നമസ്കാരം. ഏവരെയും ലിലു പ്രേംസ് കോർണറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നായയെക്കുറിച്ചുള്ള ഒരു ഗാനമായാലോ? നമ്മുടെ എല്ലാം ഓമനയായിട്ടുള്ള ഒരു മൃഗമാണ് നായ. നമ്മുടെ വീട്ടിൽ മിക്ക വീടുകളിലും നായയെ പെറ്റ് ആനിമൽസായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. നല്ലൊരു കാവൽക്കാരനാണ്, നല്ലൊരു കൂട്ടുകാരനാണ്. അപ്പോൾ നല്ല സ്നേഹമുള്ള, നമ്മളോട് വിശ്വസ്ത പുലർത്തുന്ന ഒരു ജീവിയാണ് നായ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പാട്ടായാലോ? അതുപോലെ തന്നെ നാ എന്നുള്ള അക്ഷരം വെച്ചുള്ള ഒരു പദം പറഞ്ഞാലും എഴുതാൻ പറഞ്ഞാലും നമുക്ക് നായ പറയാം. ആയുടെ ചിഹ്നം ചേർത്തുള്ള ഒരു പദം പറഞ്ഞാലും നമുക്ക് എഴുതാൻ പറയാനോ എഴുതാനോ പറഞ്ഞാലും നമുക്ക് നായ പറയാം. യാ ചേർത്തുള്ള ഒരു പദം പറഞ്ഞാലും എഴുതാൻ പറഞ്ഞാലും നായ എന്നുള്ള പദം നമുക്ക് എഴുതാം. അപ്പോൾ പാട്ടിലോട്ട് കിടക്കാം. നമ്മുടെ ഓമന മൃഗമാം നായ നല്ലൊരു കാവൽക്കാരനാണേ, നല്ലൊരു കൂട്ടുകാരനാണേ. നമ്മുടെ ഓമന മൃഗമാം നായ നല്ലൊരു കാവൽക്കാരനാണേ, നല്ലൊരു കൂട്ടുകാരനാണേ. മാംസഫുക്കുകളുടെ ശരീരപ്രകൃതിയും ശക്തിയുള്ള താടിയെല്ലുകളും മൂർച്ചയുള്ള പല്ലുകളുമുള്ള നായൊരു നല്ലൊരു മൃഗമാണേ. മാംസഫുക്കുകളുടെ ശരീരപ്രകൃതിയും ശക്തിയുള്ള താടിയെല്ലുകളും മൂർച്ചയുള്ള പല്ലുകളുമുള്ള നായൊരു നല്ല മൃഗമാണേ. നമ്മുടെ ഓമന മൃഗമാം നായ നല്ലൊരു കാവൽക്കാരനാണേ, നല്ലൊരു കൂട്ടുകാരനാണേ. അപാരമായ കേൾവിശക്തിയും ഘ്രാണശക്തിയും ഉള്ള ജീവിയാണേ. അപാരമായ കേൾവിശക്തിയും ഘ്രാണശക്തിയുമുള്ള ജീവിയാണേ. കാഴ്ചശക്തിയുണ്ടേലും വർണ്ണാന്തതയുള്ള ജീവിയാണേ. കാഴ്ചശക്തിയുണ്ടേലും വർണ്ണാന്തതയുള്ള മൃഗമാണേ. നമ്മുടെ ഓമന മൃഗമാം നായ നല്ലൊരു കാവൽക്കാരനാണേ, നല്ലൊരു കൂട്ടുകാരനാണേ. നമ്മുടെ ഓമന മൃഗമാം നായ നല്ലൊരു കാവൽക്കാരനാണേ, നല്ലൊരു കൂട്ടുകാരനാണേ. ഉപാധികളില്ലാത്ത സ്നേഹം നൽകുന്ന ഏറ്റവും ബുദ്ധിയുള്ള ജീവിയാണേ. ഉപാധികളില്ലാത്ത സ്നേഹം നൽകുന്ന ഏറ്റവും ബുദ്ധിയുള്ള ജീവിയാണേ. അളവറ്റ വിശ്വസ്തത പ്രകടിപ്പിക്കുന്ന ചാരച്ചെന്നായയുടെ ഉപജാതിയാണേ. അളവറ്റ വിശ്വസ്തത പ്രകടിപ്പിക്കുന്ന ചാരച്ചെന്നായയുടെ ഉപജാതിയാണേ. നമ്മുടെ ഓമന മൃഗമാം നായ നല്ലൊരു കാവൽക്കാരനാണേ, നല്ലൊരു കൂട്ടുകാരനാണേ. മനുഷ്യൻ്റെ അടുത്ത ചങ്ങാതി എന്ന പദവി നേടിയ മൃഗമാണേ. മനുഷ്യൻ്റെ അടുത്ത ചങ്ങാതി എന്ന പദവി നേടിയ മൃഗമാണേ. നായ പദവി നേടിയ മൃഗമാണേ. നമ്മുടെ നല്ലൊരു മൃഗമാണേ. നമ്മുടെ ഓമന മൃഗമാം നായ നല്ലൊരു കാവൽക്കാരനാണേ, നല്ലൊരു കൂട്ടുകാരനാണേ. നമ്മുടെ ഓമന മൃഗമാം നായ നല്ലൊരു കാവൽക്കാരനാണേ, നല്ലൊരു കൂട്ടുകാരനാണേ. അപ്പോൾ ഈ നായയെക്കുറിച്ചുള്ള പാട്ട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നായയെക്കുറിച്ച് 2 സെൻറ്റൻസ് എഴുതാൻ പറയാൻ പറഞ്ഞാലും ഈ പാട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് നായയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ പോലും അത് വളരെയധികം നന്ദി പ്രകടിപ്പിക്കുന്ന, യജമാനന്മാരോട് കൂറ് കാണിക്കുന്ന ഏറ്റവും വളരെ നല്ല ഒരു മൃഗമാണ് നായ. അപ്പം ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതുകൊണ്ടൊപ്പം തന്നെ എൻ്റെ വീട്ടിൽ 2 നായകളുണ്ട്. ഒന്ന് പഗ്ഗും ഒന്ന് ആൽസേഷൻ്റെയും പോമറേനിയൻ്റെയും ക്രോസാണ്. അവരെ കൂടെ ജസ്റ്റ് ഞാൻ ഈ വീഡിയോയിലൊന്ന് കാണിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.